ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 23-ന്റെ 1 മുതൽ 20 വരെ. സാറയ്ക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറായുടെ ആയുഷ്കാലം. സാറാർ കനാൻ ദേശത്തെ ഹെബ്രോൻ എന്ന കിര്യാതാബിൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ചു കരവാൻ വന്നു. പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവീൻ എന്ന് പറഞ്ഞു. ഹിത്യർ അബ്രഹാമിനോട്, യജമാനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലത്തിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങൾ ആരും ശ്മശാനസ്ഥലം നിനക്ക് തരാതിരിക്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരനായ ഹിത്യരുടെ നമസ്കരിച്ചു. അവരോട് സംസാരിച്ചു. എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോഹൻ്റെ മകനായ എഫ്രോനോടെ അവൻ തൻ്റെ നിലത്തിൻ്റെ അറുതിയിൽ തനിക്കുള്ള മപ്പപോല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിനെ അപേക്ഷിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവനതിനെ പിടിപ്പത് വിലയ്ക്ക് തരേണം എന്ന് പറഞ്ഞു. എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു. ഹിത്യനായ എഫ്രോൻ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട്, അങ്ങനെയല്ല യജമാനെ, കേൾക്കണം. നിലം ഞാൻ നിനക്ക് തരുന്നു, അതിലെ ഗുഹയും നിനക്ക് തരുന്നു, എൻ്റെ സ്വജനം കാണുക തരുന്നു. മരിച്ചവളെ അടക്കം ചെയ്തുകൊണ്ടാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു. ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോടെ, ചെയ്ത് കേൾക്കണം. നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നതേ എന്നോട് വാങ്ങണം. എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു. എഫ്രോൻ അബ്രഹാമിനോട്, യജമാനെ കേട്ടാലും 400 ശെക്കെൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി, അത് എനിക്കും നിനക്കും എന്തുള്ളൂ? മരിച്ചവളെ അടക്കം ചെയ്തുകൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അബ്രഹാം എഫ്രോൻ്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ശെക്കെൽ 400 അവന് തൂക്കിക്കൊടുത്തു. അങ്ങനെ മമ്രേക്കരികെ എഫ്രൈമിനുള്ള മക്കപ്പോല നിലവും അതിലെ ഗുഹയും നിലത്തിൻ്റെ അധികത്തുള്ള ആ സകല വൃക്ഷവും അവൻ്റെ നഗരവാസികളായ ഹിത്യരുടെ മുൻപാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിനുശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രേക്കരികെയുള്ള മക്കപ്പോല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. അങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിനെ ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആന്നേക്കുള്ളാൻ തന്നെ. ആമീൻ.